കൊൽക്കത്ത കൂട്ടബലാത്സംഗ സംഭവം അന്വേഷിക്കാൻ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പ്രദീപ് കുമാർ ഘോസലിന്റെ മേൽനോട്ടത്തിൽ 5-അംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച പശ്ചിമ ബംഗാൾ സർക്കാർ. സൗത്ത് കൽക്കട്ട ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥിനി കോളേജ് പരിസരത്ത് കൂട്ടബലാത്സംഗത്തിന് ഇരയായ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത 4 പേരെ കോടതി ജൂലൈ 1 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ അറസ്റ്റിലായവരിൽ തൃണമൂൽ വിദ്യാർത്ഥി നേതാവ്, ലോ കോളേജ് സുരക്ഷാ ഗാർഡ് എന്നിവരും ഉൾപ്പെടുന്നു. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച കേന്ദ്ര സഹമന്ത്രിയും പശ്ചിമ ബംഗാൾ BJP പ്രസിഡന്റുമായ സുഗാന്ത മജുംദാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗരിയാഹത്ത ക്രോസിംഗിൽ പാർട്ടി നടത്തിയ പ്രതിഷേധത്തിനിടെ പോലീസ് ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്. മുഖ്യമന്ത്രി മമതാ ബാനർജി ഉടൻ രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അറിവോടെയാണ് കുറ്റകൃത്യം അരങ്ങേറിയതെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ 3-അംഗ കമ്മിറ്റി രൂപീകരിച്ചതായും BJP MP സാംബിത പത്ര മാധ്യമങ്ങളോട് പറഞ്ഞു. Inside the prominent law college in the city of रह के बंगाल से इस प्रकार की रेप की घटनाएं, चाहे वो RG कार का विषय हो, चाहे आज कस्बा लॉ कॉलेज का विषय हो, रह के उस प्रदेश से जहां एक महिला मुख्यमंत्री है, महिलाओं के प्रति संवेदनशीलता होनी चाहिए, वहां इस प्रकार की संवेदनहीनता. പശ്ചിമ ബംഗാളിൽ ക്രമസമാധാനം തകർന്നതായും സർക്കാർ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതായും കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി ആരോപിച്ചു. Inside the prominent law college in the city of Kolkata. It is now രാജ്യത്ത് സ്ത്രീ സുരക്ഷ ഏറ്റവും മോശമായ സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി പശ്ചിമ ബംഗാളിനെ മാറ്റിയതിന്റെ ഉത്തരവാദിത്വം തൃണമൂൽ സർക്കാരിനാണെന്ന് CPIM നേതാവ് ബൃന്ദ കാരാട്ട് ആരോപിച്ചു. तथाकथित मैं कहूंगी, ये तथाकथित नेता TMC का. ബുധനാഴ്ച വൈകിട്ടോടെയാണ് കോളേജ് ക്യാമ്പസിനുള്ളിൽ വെച്ച് വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ടത്.